അസ്സലാമലൈക്കും. അപ്പോൾ ഇനി നമ്മൾ മാരിഫ നക്കിറ നക്കിറനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. മാരിഫ നക്കിറ എല്ലാവർക്കും അറിയാം, അറബിയിലുള്ളതുപോലെ തന്നെ മാരിഫ നക്കിറ ഉറുദുവിലും അതേപോലെ തന്നെ. മാരിഫ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക സ്ഥലമോ പ്രത്യേക വസ്തുവോ അല്ലെങ്കിൽ പ്രത്യേക ആൾ അങ്ങനെയൊക്കെ പറയില്ല നമ്മൾ, അതിനാണ് മാരിഫ. നക്കിറ പറഞ്ഞാൽ എല്ലാവർക്കും പറയുന്നതാണ്, പൊതുവേ പറയുന്നൊരു കോമൺ ആണ് എന്ന് പറയാം. അപ്പോൾ മാനേക്കെ ലിഹാസ്, അതായത് അർത്ഥത്തെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ, അർത്ഥത്തെ ഉറ്റു നോക്കുമ്പോൾ ഇസ്മിന് ദോ കിസ്മ, രണ്ട് കിസ്മുകളുണ്ട്. അതെങ്ങനെ? ഒന്ന് മാരിഫ, ഒന്ന് നക്കിറ. അപ്പോൾ മാരിഫ നക്കിറ എന്നുള്ള രണ്ട് ഇസ്മുണ്ട്. മാരിഫ എന്ന് പറഞ്ഞാൽ ഖുർആൻ അല്ലാഹ് കലാം ഹെ, ഖുർആൻ. ഈ ഇസ്മ എന്നുള്ള സംഭവം എന്താണ്? ഖുർആൻ ഒരു പ്രത്യേക വസ്തുവിന് വേണ്ടി മാത്രം വെച്ചതാണ് അല്ലേ? എല്ലാവർക്കും ഉണ്ടോ ഖുർആൻ? എല്ലാ വസ്തുവിനും ഖുർആൻ എന്ന് പറയില്ല. അതുകൊണ്ട് ഖുർആൻ അല്ലാഹ് കലാം ഹെ, അള്ളാഹുവിൻ്റെ കലാമാണ്. ഇനി മുംബൈ, അതൊരു പ്രത്യേക സ്ഥലത്തിന് വേണ്ടി മാത്രം വെച്ചതാണ്. അപ്പോൾ അത് മാരിഫാണ്. മുംബൈ ഏക്ക് മഷ്ഹൂർ ഷെഹർ ഹെ, ഒരു പ്രസിദ്ധ പട്ടണമാകുന്നു. ഇനി നക്കിറ നോക്കാം. കിതാബ് ഏക്ക് സച്ചാ ദോസ്ത് ഹെ, കിതാബ് പുസ്തകം, ഏത് പുസ്തകം അറിയില്ല, അപ്പോൾ അത് നക്കിറാണ്, മാരിഫല്ല. അപ്പോൾ കിതാബ് ഏക്ക് സച്ചാ ദോസ്ത് ഹെ, കിതാബ് ഒരു നല്ല കൂട്ടുകാരനാകുന്നു. ഇനി ബുഡിയ, അതായത് വയസ്സൻ, കംസൂർ ഹെ, ഏത് വയസ്സൻ പറഞ്ഞോ ഇല്ലല്ലോ? അപ്പോൾ വയസ്സൻ എന്ന് പറയുന്നത് കംസൂർ ഹെ, എന്താണ്? ബലഹീനനാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇസ്മ മാരിഫ നക്കിറ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ഇതൊന്ന് നോക്കാം, കായിക ഞാൻ പറഞ്ഞാൽ തന്നെയാണ്, അതൊന്നുകൂടെ ഒന്ന് കായികമാക്കി പറയുന്നുള്ളൂ. ഇസ്മ മാരിഫ എന്ന് പറഞ്ഞാൽ വോ ഇസ്മ ഹെ, അതൊരു ഇസ്മാകുന്നു. ഏത് ഇസ്മാണോ? കിസി ഖാസ്, കിസി ഖാസ് ചീസ്, ഏതൊരു പ്രത്യേക വസ്തുവോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലമോ അല്ലെങ്കിൽ ഇൻസാനോ, പ്രത്യേക മനുഷ്യനോ ആയ ആളുകളുടെ കെ നാം ഹോ, അവരുടെ പേര് ഏതിലാണോ പറയുന്നത് അതാണ് മാരിഫ ഇസ്മ കേട്ടോ. ഏതിനാണോ? അപ്പോൾ ഇസ്മ നക്കിറ എന്ന് പറഞ്ഞാൽ വോ ഇസ്മ ഹെ, അതൊരു ഇസ്മാണ്. ജോ, ഏത് ഇസ്മാണോ? കിസി ആം ചീസ്, ഏതെങ്കിലും ഒരു പൊതുവായ വസ്തുവോ അല്ലെങ്കിൽ പൊതുവായ സ്ഥലമോ ഷഖ്സ്, അല്ലെങ്കിൽ പൊതുവായ വ്യക്തിക്കോ ഉള്ള നാമഹോ, പേരാകുന്നു. അങ്ങനത്തെ ഇസ്മിനാണ് ഇസ്മ നക്കിറ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ സംഭവം. നമ്മൾ നോക്കാം, മഷ്ക് നോക്കാം. മുന്ദരിജ ദൈൽ ഫിക്രേസെ, അതായത് താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫിൽ നിന്ന് ഇസ്മ മാരിഫ और ഇസ്മ നക്കിറാക്കോ അലഗ് കർക്കെ ലിഖിയെ, ഇസ്മ മാരിഫയും ഇസ്മ നക്കിറയും വേർതിരിച്ചിട്ട് എഴുതിയാലും. ഇതിലുള്ളത് സിമ്പിളാണ്, കാരണം ഇത് അർത്ഥം വെക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഏതാണ്ട് പിടുത്തം കിട്ടും. അതായത് ഹസ്രത്ത് ബഖ്തിയാർ കാക്കി को जब अपने मुर्शिद ഖാജ അജ്മീരി के हिंदुस्तान पहुँचने की इत्तला मिला, അതായത് ഹസ്രത്ത് ബഖ്തിയാർ കാക്കിക്ക് ജബ് അപ്നെ മുർഷിദ്, തൻ്റെ എന്താ പറയുക അതായത് വൈകാട്ടിയായ ഖാജ അജ്മീർ കെ ഹിന്ദുസ്ഥാൻ പഹുഞ്ചാക്കി, അതായത് ഖാജ അജ്മീർ ഹിന്ദുസ്ഥാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത മിലീത്തോ കിട്ടിയപ്പോൾ വോബി, അദ്ദേഹവും ഹിന്ദുസ്ഥാൻ കേലിയ, ഇന്ത്യയിലേക്ക് വേണ്ടി റവാന ഹോ ഗയേ, അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു എന്ന് പറയാം. കുച്ച് ദിൻ മുൽത്താൻ, കുറച്ച് ദിവസം മുൽത്താൻ എന്ന സ്ഥലത്തിൽ രഹ്നയ്ക്ക് താമസിച്ചതിൻ്റെ ശേഷം പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് വന്നു. ബാദിഷാ ഷംസുദ്ദീൻ ഇൽതുമിഷ്, അതായത് ചക്രവർത്തിയായ ഷംസുദ്ദീൻ ഇൽതുമിഷ് അദ്ദേഹത്തെ, അതായത് ആരെ? ബഖ്തിയാർ കാക്കിയെ ബഹുത്ത് ഇജ്ജത്ത് കർത്തേത്തെ, വളരെയധികം ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഉസ്സെ അദ്ദേഹത്തിന് ജബ് മാലൂം ഹുവ, ഈ വിവരം കിട്ടിയപ്പോൾ എന്തെന്നാൽ ഹസ്രത്ത് ബഖ്തിയാർ കാക്കി ദഹ്ലി തശ്രീഫ് ലാ രഹേ, അതായത് ഹസ്രത്ത് ബഖ്തിയാർ കാക്കി ഡൽഹിയിലേക്ക് തശ്രീഫ് ലാ രഹേത്തോ, അതായത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം, അതായത് ആര്? അദ്ദേഹം എന്ന് പറഞ്ഞാൽ ബാദുഷാ ഷെഹർസെ, പട്ടണത്തിൽ നിന്നും ബാഹർ ജാക്കർ, പുറത്തേക്ക് പോയിട്ട് ഉൻസെ, അദ്ദേഹത്തെ, അതായത് ബഖ്തിയാർ കാക്കിയെ ഖുദ് മില, സ്വയം നേരിട്ട് കണ്ടു. ഓർ ബഡി ഇജ്ജത്ത് ഓർ മുഹബ്ബത്ത് സെ പേശായ, വളരെ ബഹുമാനത്തോടെയും എന്താ പറയുക അഭിമാനത്തോടെയും അദ്ദേഹത്തെ എന്തായി മുന്നിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഇസ്മ മാരിഫ് ഏതാണോ ഇസ്മ നക്കിറ ഏതാണോ എന്നുള്ളത് വേർതിരിച്ചിട്ട് എഴുതാം. ഇസ്മ മാരിഫ എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിലേക്ക് ഏതൊക്കെയാണോ എന്നുള്ളത് ഒന്ന് ഇങ്ങനെ എഴുതാം. പിന്നെ അടുത്ത കോളത്തിൽ ഇസ്മ നക്കിറ എന്ന് എഴുതാം. എന്നിട്ട് ഏതൊക്കെ ഉള്ളത് ഇങ്ങനെ നല്ല വൃത്തിയാക്കി എഴുതട്ടോ. രണ്ടാമത്തെ ഏക്ക് ഫിക്ര, ഒരു പാരഗ്രാഫ്, ചെറിയ പാരഗ്രാഫ്. ഖുദ് അപ്നെ അത് സ്വയം തൻ്റെ അപ്നെ ഗർ ഓർ ഗർ വാലോ കെ ബാരെ മേ,
നിൻ്റെ വീടിനെക്കുറിച്ചും നിൻ്റെ വീട്ടുകാരെക്കുറിച്ചും എഴുതിയാലും അതൊക്കെ ചെറിയൊരു 4 വരിയിട്ട് മതി. അതും എങ്ങനെ അതിൽ നെക്കിറ ഓർ മാരിഫ പർ മുഷ്തമിലഹോ, അതായത് നെക്കിറയും മാരിഫ അതിൽ ഉൾക്കൊള്ളണം. ഓക്കെ. ഇനി ജുംല ബനായിയെ, ജുംല ഉണ്ടാക്കിയാലോ ആ ഏക്ക് ഫിക്രാറിന് ഒരു 3-4 വരി മതി കേട്ടോ. ഇനി ജുംല ഉണ്ടാക്കിയാലും ദോ ജുംല ലിക്കിയെ 2 ജുംല ഉണ്ടാക്കണം. ജിന്മ ഏതാണോ അതിൽ മുബ്തദ ഓർ ഖബർ മാരിഫ് ഹോ, മുബ്തദയും ഖബറും മുബ്തദ ഖബർ രണ്ടും മാരിഫ ആകണം. ഇനി രണ്ടാമത്തെ ദോ ജുംല ലിക്കിയെ ജിന്മേ മുബ്തദ ഓർ നക്കിറ ഹോ, 2 ജുംല ഉണ്ടാക്കണം. അത് ഏതാണോ അതിൽ മുബ്തദ എന്താകണം, മാരിഫ് ആകണം. മുബ്തദയും പിന്നെ ഖബറും എന്താകണം, നക്കിറാകണം. ഫസ്റ്റത്തെ മുബ്തദയും ഖബറും എന്താ മാരിഫ് ആകണം. രണ്ടാമത്തെ പറഞ്ഞാൽ മുബ്തദയും ഖബറും എന്താ നക്കിറാകണം എന്നാണ് പറയുന്നത്. ഇനിയോ മൂന്നാമത്തേത് എന്താ ദോ ജുംല ഉണ്ടാക്കണം. ഏതാണോ മുബ്തദ മാരിഫും ഖബർ നക്കിറയാവണം. ഓക്കെ, മുബ്തദ മാരിഫും ഖബർ നക്കിറാകണം. പിന്നെ നാലാമത്തെ എന്താ പറഞ്ഞാൽ മുബ്തദ നക്കിറാവുകയും വേണം, മാരിഫ എന്താ പറയുക ഖബർ മാരിഫാവുകയും വേണം. നേരെ തിരിച്ചിട്ടും മറിച്ചിട്ടും അങ്ങനത്തെ ജുംല ഉണ്ടാക്കട്ടോ, മറക്കരുത്. അത് 2 ഉണ്ടാക്കണമെന്നില്ല, 1 ഉണ്ടാക്കിയാൽ തന്നെ അൽഹംദുലില്ലാ, 1 ഉണ്ടാക്കിയാലും മതി കേട്ടോ ജുംല ബനായിയിൽ. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് കിടക്കാണ്, ചെറിയ പാടാണ്, അതുകൊണ്ടാണ് ഇതന്നെ എടുക്കുന്നത് കേട്ടോ. സബക്ക് 4, അതായത് മുസ്ബത്ത് ഓർ മംഫി. അതായത് മുസ്ബത്ത് മംഫി നിങ്ങൾക്ക് അറിയാം, നെഗറ്റീവ് പോസിറ്റീവ്. അതായത് ഏതാണ് നെഗറ്റീവ് സെൻറ്റൻസ്, അതായത് പോസിറ്റീവ് സെൻറ്റൻസ്. നെഗറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ ഇല്ല, പോസിറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ ഉണ്ട്. അവൻ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതായത് യേ കിതാബ് ഹെ, ഇത് കിതാബാകുന്നു, അതെന്താണ് മുസ്ബത്താണ്. ഇത് കിതാബാകുന്നു. അതിൻ്റെ മംഫി നോക്കി യേ കിതാബ് നെഹി ഹെ, ഇത് കിതാബല്ല. ഇത്രേ ഉള്ളൂ. ഇനി മുഹമ്മദ് ആയ, മുഹമ്മദ് വന്നു. മോളത്തത് ഇസ്മ കേട്ടോ, അടിയത്തത് മുഹമ്മദ് ആയ, മുഹമ്മദ് വന്നു, ഇത് ഫീലിയാണ്. മുഹമ്മദ് വന്നു. അപ്പോൾ അടുത്ത അതിൻ്റെ മംഫി എങ്ങനെയാ, മുഹമ്മദ് നെഹി ആയ, മുഹമ്മദ് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ മുഹമ്മദ് ആയ നെഹി, മുഹമ്മദ് വന്നിട്ടില്ല, രണ്ടും തന്നെ. ഇനി ഞാൻ, അത് മുഹമ്മദ് ആയ എന്നുള്ളത് മുഫ്രദായ ഫീലാണ്, അവിടെ ഒരു ഫീലല്ല. കാരണം മുഹമ്മദ് ആയ എന്നുള്ളത് നല്ല. അടുത്ത ഉദാഹരണം നോക്കി, ഞാൻ ഇതർ ജാ സക്താവു, എനിക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു. ജാന സക്കിന എന്ന് പറഞ്ഞ 2 ഫീലുണ്ട് അവിടെ. ഓക്കെ, മറ്റോടെ ആയാൽ മാത്രം, ഇവിടെ ജാന സക്കിന പറഞ്ഞ 2 ഫീലുണ്ട്. അതാണ് എനിക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു, പോകുക, സാധിക്കുക, അങ്ങനെ 2 ഫീലുണ്ട് അവിടെ. അതിൻ്റെ മംഫി എങ്ങനെയാ, ഇതർ നെഹി ജാ സക്താഹു, എനിക്കിവിടെ പോകാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ വേറൊരു രൂപമുണ്ട്, ഇതർ ജാ നെഹി സക്താഹു, എനിക്ക് ഇവിടെ അവിടെ ഒന്നും പോകാൻ സാധിക്കുന്നില്ല. 2 ഒരേ അർത്ഥം. ഇനി ഇത് നോക്കുമ്പോൾ കായികം കൂടി മനസ്സിലാക്കുമ്പോൾ വളരെ സിമ്പിളായി മാറും. ഓക്കെ, जुमला कायदों का जुमला इस्मिया को मंफी बनाने के लिए जुमला इस्मिया का अदा इस्मियाയ ജുംലയെ मंफी बनाने के लिए അതായത് നെഫി ആക്കാൻ വേണ്ടി ആഖിർ में അവസാനത്തിൽ ആനെ വാലെ വരുന്ന അവസാനത്തിൽ വരുന്ന ഹേ എന്നുണ്ട്. അതായത് ഏ കിതാബ് ഹേ എന്ന് പറയുന്ന അവസാനത്തിൽ വരുന്ന ഹേയോ യാ അല്ലെങ്കിൽ ഉസ്കി ദീഗർ സൂറത്തോൻസോ അല്ലെങ്കിൽ ആ ഇസ്മിൻ്റെ അവസാനം വരുന്ന മറ്റു രൂപങ്ങളിൽ നിന്നും പഹിലെ ആദ്യം നെഹി ജ്യാദാ കരെ, ആദ്യം എന്ത് നെഹി ചേർത്തി കൊടുക്കുക, നെഹി അധികരിപ്പിച്ച് കൊടുത്താലും അതാണെന്ത് ജുംല ഇസ്മിയ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏ കിതാബ് ഹേ, ഇതൊരു ഇസ്മിയ. ഈ കിതാബിൻ്റെ ശേഷം അവസാനം വരുന്ന ഹേ ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് ഒരു നെഹി ചേർത്തി കൊടുക്കുക. ഇനി എന്താ പറയുക, ഹേ പോലത്തെ മറ്റു രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയുക ഏ കിതാബ് ത, ഇതൊരു കിതാബായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഹേ പോലത്തെ വേറെ എന്താ പറയുക ഹർഫാണ് വന്നത്, ഏ കിതാബ് ത അല്ലേ, അങ്ങനെയല്ല. അപ്പോൾ എന്താണ് ആ താൻ്റെ മുമ്പ്, ഹേ താൻ്റെ മുമ്പ്, ഹേ ആണെങ്കിൽ ഹേൻ്റെ മുമ്പ്. സിമ്പിളാണ്. അപ്പോൾ ഇസ്മിയായ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ആ ഇസ്മിൻ്റെ ശേഷം ഒരു ഹേ വരാണെങ്കിൽ അതിൻ്റെ മുമ്പ്, ഞാൻ അതിൻ്റെ ഒരു താ വരാണെങ്കിൽ അതിൻ്റെ മുമ്പ്. ഓക്കെ, അത്രേ ഉള്ളൂ ജുംലിയായ ഇസ്മിയായ ജുംലേൻ്റെ കാര്യം. ഇനി ജുംല ഫീലിയായ ജുംലാക്കും മംഫി കർണേക്ക്, അതായത് മംഫി ചെയ്യാൻ വേണ്ടി 2 രൂപങ്ങളുണ്ട്. ഒന്നെന്താണ്, അഗർ ഫീല് മുഫ്രദ് ഹേത്തോ, ഫീല് മുഫ്രദാണെങ്കിൽ നമ്മൾ പറഞ്ഞു മുഹമ്മദ് ആയ, ഫീല് മുഫ്രദാണെങ്കിൽ ഫീല് സേ പഹലെ, ഫീലിൻ്റെ മുമ്പോ അല്ലെങ്കിൽ ഫീലിക്കെ ബാദ് അല്ലെങ്കിൽ ഫീലിൻ്റെ ശേഷമോ നെഹി ജ്യാദാ കരെ, നെഹി അധികരിപ്പിച്ച് കൊടുക്കുക. അതായത് ഫീലിൻ്റെ മുമ്പ് പറഞ്ഞാൽ മുഹമ്മദ് ആയ എന്നുള്ളത് ആ ആയൻ്റെ മുമ്പ്, അപ്പോൾ മുഹമ്മദ് നെഹി ആയ, മുഹമ്മദ് വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ആയൻ്റെ ശേഷം മുഹമ്മദ് ആയ നെഹി, ഇത്രേ ഉള്ളൂ. ഓക്കെ,
അതാണ് മുഫ്രദായ ഫീലിൻ്റെ കാര്യം. അതായത് മുഹമ്മദ് ആയ എന്നുള്ളത് എടുക്കുക, അതിൻ്റെ ആയൻ്റെ മുമ്പുവാണെങ്കിലും നെഹി ചേർക്കുക, ആയൻ്റെ ശേഷമാണെങ്കിലും നെഹി ചേർക്കുക. ഇനി അഗർ ഫീൽ മുറക്കബ് ഹേത്തോ, ഇനി ഫീൽ മുറക്കബാണെങ്കിൽ ഉസ്കോ ദോ തറഹ് അതിനെ രണ്ട് രീതിയിൽ മംഫി ബനാ സക്തേ ഹെ, നെഫി ആക്കാൻ സാധിക്കുന്നു. അതെങ്ങനെയാ വെച്ചാൽ ഫീൽ കെ ദോനോ ജുസ് സെ പഹലെ നെഹി ദിയാദെ അഗരെ, അതായത് രണ്ട് ഫീൽ ഉണ്ടാവും. അതായത് നമ്മൾ പറഞ്ഞു മേ ഇതർ ജാ സക്താഹു എന്ന് പറയുന്ന ജാന സക്ന എന്ന് പറയുന്ന രണ്ട് ഫീലുണ്ട്. അതിൻ്റെ മുമ്പ് നെഹി എന്താക്കുക, ചേർത്തി കൊടുക്കുക. അതായത് മേ ഇതർ നെഹി ജാ സക്താഹു, ആ ജാനാ സക്നാൻ്റെ മുമ്പ് നെഹി ചേർത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഫീൽ കെ ദോനോ ജുസ് കെ ദർമിയ നെഹി ജ്യാദാകരെ, അതല്ലെങ്കിൽ ആ ഫീൽ ഉണ്ടല്ലോ രണ്ട് ഫീലിൻ്റെ നടുവിൽ ഇടയിൽ എന്താ നെഹി ജ്യാദാകരെ, ഇടയിൽ എങ്ങനെ കൊടുക്കുക, അതായത് മേ ഇതർ നെഹി മേ ഇതർ ജാ നെഹി സക്താഹു, ജാനാ സക്ന അതിൻ്റെ ഇടയിൽ കൊടുക്കുക. ഇങ്ങനെയാണ് രണ്ട് രൂപങ്ങൾ. എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും. ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ തന്നെ അൽഹംദുലില്ലാ മനസ്സിലാവും. ഇനി ഇതിൻ്റെ മഷ്ക് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഒന്നും നിങ്ങൾ ഉണ്ടാക്കേണ്ട വല്ലാതെ വരില്ല. അതായത് മുന്ദരിജാദയിൽ ജുംലുക്കോ മംഫി ബനായിയെ, അതായത് താഴെ കൊടുത്തിട്ടുള്ള ജുംലകളെ മംഫി ആക്കാൻ, അതായത് നെഹി ചേർത്തി കൊടുത്താൽ മതി. ഒന്ന്, ഞാൻ ഇന്ന് ആജ് ഷാം, ഇന്ന് വൈകുന്നേരം മദ്രസ ജാവുക, മദ്രസയിൽ പോകും. അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് നിങ്ങൾ നെഹി ചേർത്തി കൊടുക്കേണ്ടതെന്ന് ഓർത്താൽ മതി. ഉസ്താദ് നാളെ ദില്ലി ജാനെ വാല ഹെ, ദില്ലിയിലേക്ക് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തേത് ഗർമി കെ മോസം, അതായത് ചൂട് കാലത്ത് ദോപഹർമേ, അതായത് ഉച്ചക്ക് ബാസാർ അങ്ങാടിയിലേക്ക് ജാന പോകൽ മുഷ്കിൽ ഹെ, വളരെ ബുദ്ധിമുട്ടാകുന്നു. ഇനി നാലാമത്തത് കൽ ബുദ്കാ ദിൻ ഹെ, നാളെ ഏത് ദിവസമാണ്, ബുധനാഴ്ച ദിവസമാകുന്നു. 5 അക്കൽ മന്ത് താലിബ്, അതായത് ബുദ്ധിയുള്ള വിദ്യാർത്ഥികൾ ഇൽമിനെ സബ്യാർ കർത്താ ഹെ, നല്ലോണം എന്താക്കുന്നു, ഇഷ്ടപ്പെടുന്നു. സബ്യാർ കർത്താ ഹെ. അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് രണ്ടാമത്തത് മുന്ദരിജാദയിൽ ജുംലോക്കോ മുസ്ബത്ത് ബനായിയെ, ഇവിടെ എല്ലാത്തിലും എന്താ കൊടുത്തത്, നെഫിയാണ് കൊടുത്തത്. അതിന് നിങ്ങൾ എന്താക്കുക, മുസ്ബത്താക്കണം. വളരെ സിമ്പിൾ. അപ്പോൾ കാലി ടോപ്പി നെഹി, ഇതൊരു കറുപ്പ് തൊപ്പിയല്ല. രണ്ടാമത് ആജ്കൽ, ഇന്നത്തെ കാലത്ത് ആബോഹവ, അതായത് അന്തരീക്ഷങ്ങളൊക്കെ എന്താകുന്നു, സാഫ് നെഹി ഹെ, നല്ല വൃത്തിയുള്ളതല്ല. കൽ തുമ്നെ, നാളെ നീ മുജെ എനിക്ക് ദിക്കായി നെഹി ദി, കാണിച്ചു തരേണ്ട. നാലാമത്തേത് ബച്ചേ, കുട്ടികൾ മൈതാനത്തിൽ കേൽ നെഹി രഹേ, കളിച്ചുകൊണ്ടിരിക്കുന്നില്ല. അഞ്ചാമത്തേത് നമ്മൾ പാനി നെഹി പീ സക്തേ, ഈ വെള്ളം കുടിക്കാൻ കഴിയൂല നമുക്ക്. പീ സക്ത, അതായത് കുടിക്കാൻ സാധിക്കൂല. നമ്മൾ ഇതർ സക്ത, നമ്മൾ ജാ സക്ത ഹെ എന്ന് പറഞ്ഞ പോലെ തന്നെ പീ സക്ത ഹെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കട്ടോ, അതും സിമ്പിളാണ്. ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നീച്ചെ ദിയെ ഗയെ, താഴെ കൊടുത്തിട്ടുള്ള അൽഫാസ് ലഫ്ലുകളെ ഇസ്തിമാൽ കർക്ക് ഉപയോഗിച്ചിട്ട് മുസ്ബത്ത് और മംഫി ജുംല ബനയെ, മുസ്ബത്ത് മംഫി ജുംല ഉണ്ടാക്കിയാലും, അതായത് ഒന്നുണ്ടാക്കിയാൽ മതി. എന്നിട്ട് അടുത്തതിൽ നിങ്ങൾ എന്താക്കുക, അതിൽ നെഹി എന്നുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ദൗഡ് സക്ന പറഞ്ഞാൽ ഓടാൻ സാധിക്കുക. രണ്ടാമത്തെ എഴുതുക. മൂന്നാമത്തെ ചക്കർ ലഗാന പറഞ്ഞാൽ എന്താ പറയുക, ചുറ്റിത്തിരിയുക. നാലാമത്തത് റോന കരയുക. അഞ്ചാമത്തത് ബുദ്ധിയുള്ള അക്കൽമന്ത്. ആറാമത്തത് ഗുൽസാർ, അതായത് പൂന്തോട്ടം. ഏഴാമത്തത് രഹ്ന, ജീവിക്കുക. എട്ടാമത്തത് പേശ് കർണ പറഞ്ഞാൽ എന്താ പറയുക, പറയുക. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കാണുമ്പോൾ കുറേ ഉണ്ടാവും, പക്ഷേ ഇതൊക്കെ ഒറ്റ വായനയിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലപോലെ ചെയ്യുക. അസ്സലാമു അലൈക്കും.